ബ്രോക്കറെ, ഞാൻ ബ്രോക്കറോട് വരാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ സൈഡിൽ കാണുന്ന പറമ്പ് കിളക്കാനല്ലേ? അയ്യോ അല്ല. അപ്പൊ അറിയാല്ല അല്ലെന്ന്. പെണ്ണാർക്ക് വേണ്ടിയാണ്? അതെന്റെ മോന് വേണ്ടിയാണ്. പെണ്ണന്വേഷിച്ചിട്ട് കിട്ടണില്ലല്ലേ? അതെങ്ങനെ മനസ്സിലായി? അത് ഈ ഓവർ എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഒരു 5-6 കേസുണ്ട് എന്റെ അടുത്ത്. ചെല്ലാനത്തൊരു കുട്ടിയുണ്ട്. അവിടെ നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇല്ല, നമ്മ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ചെല്ലാൻ ഇങ്ങാട് വരും. അല്ല പിന്നെ കുമ്പളങ്ങിൽ ഒരു പെണ്ണുണ്ട്. കുമ്പളങ്ങിയില് കുരു അല്ലേ? കുരു. ഈ ചിങ്ങം വരുമ്പോ 31 വയസ്സ് കഴിയും. ഉരുണ്ട പ്രകൃതം വെളുത്ത നിറം മൂലം നക്ഷത്രം. ഉറപ്പിക്കട്ടെ? വേണ്ട. തോക്കി ചെറു തഗ് പറയാണ്. ആട്ടെ, അവനുള്ള ദോഷമുണ്ടാ? ജലദോഷമുണ്ട്. എന്നാ ഞാനൊരു മരുന്ന് എഴുതരട്ടെ ജലദോഷത്തിന്റെ? പോയി മേടിച്ചോളൂ. അത് ബുദ്ധിമുട്ടാവൂലേ? ഇഷ്ടമുള്ള ഞാൻ അവന് വല്ല ചൊവ്വാദോഷം വല്ല ഉണ്ടാന്ന്. ചൊവ്വാഴ്ച ദോഷമില്ല, തിങ്കളാഴ്ച ദോഷമുണ്ട്. മനസ്സിലായില്ല. ഞായറാഴ്ച അവധി ആയതുകൊണ്ട് അതിന്റെ ക്ഷീണം തിങ്കളാഴ്ച ഉണ്ടാവും. അതുകൊണ്ട് പണിക്ക് പോകൂല. സ്വാഭാവികം. ബാക്കിയുള്ള ദിവസം പോവല്ല. ഇല്ല, തിങ്കളാഴ്ച ക്ഷീണമുള്ളതുകൊണ്ട് ചൊവ്വാഴ്ചയും പോകൂല. പിന്നെ തിങ്കളും ചൊവ്വയുടെ ക്ഷീണം മാറ്റാൻ ബുധനും വ്യാഴവും പോകൂല. അപ്പൊ ബാക്കി 2 ദിവസം എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞ അപ്പോ നിന്ന് കുഴി വേണ്ടി ഇരിക്കാണ്. എക്സാക്ട്ലി. എനിക്ക് പറ്റി വല്ല പെണ്ണണ്ട. ഇനി ഇതേത് വിടലാണെന്നാവോ? ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ അടുത്താണ്. അപ്പൊ ശോഷന്നെ ഇരിക്കും. പള്ളിയുടെ അടുത്തല്ല, പള്ളിയുടെ അകത്താണ്. അവിടെ ഒരു സിമിത്തേരി ഉണ്ട്. അതിനകത്ത് അതിന് കുഴിയിലിറങ്ങി കിടന്നു. കാട്ട് ബ്രാൻഡി. അയ്യോ ബ്രോക്കറെ, പോകണോ? ഇല്ല, വരെയാണ്. മേയായി കമ്മിങ്. ആ കുഴി കിടന്ന പെണ്ണ് കിട്ടും. കിട്ടും. രാത്രി ഒരു 12:30 പോയി കിടന്നാ മതി. അതോടെ തീർന്നു കിട്ടും. ചമ്മി. ഹലോ, നിങ്ങൾ അറിഞ്ഞില്ലേന്ന്? നമ്മള് കുമാരായിട്ടില്ലേ, മൂപ്പരെ കാണാനില്ല. നിങ്ങളെ പഞ്ചായത്ത് കുളത്തിലോ കിണറിലോ ആ ഡ്രൈവേറ്ററൊക്കെ ഇല്ലേ, അവിടേക്ക് നോക്കി തല കാണൂല. നാല് മൂപ്പരെ മുണ്ടില്ലേ, മെല്ലെ പൊന്തിച്ചാല് വലത് കാലിന്റെ തൊടയിന്റെ മുകളിൽ ഇടത് വലത്ത് ഏത് ഭാഗത്തിന്റെ കറുത്ത മറുകുണ്ടായിനെ? അത് കരപ്പം വന്നതല്ലേ? അത് മുതുകത്താടി. വലത് ഭാഗത്ത് തന്നെ. ഓക്കെ, എന്തിട്ട് അറിയാനാന്ന്. നിങ്ങൾ എന്താ പറഞ്ഞ പൊലോളി കഴിയുന്നവരെ ഈറ്റും കൂടി ഇവിടെ വെച്ചിട്ടല്ലേ? നിങ്ങൾ വേഗം കൂടെ പോരി. ഉള്ളിയൊക്കെ ഉണ്ടച്ചേ. അയ്യോ, കരച്ചിലിന് പവർ കൂട്ടാനാടി. അപ്പൊ ഈ സീരിയലൊക്കെ എത്രമാത്രം ഉള്ളിക്കൃഷി ഉണ്ടല്ലടി. മെസ്സേജ് പ്രിയപ്പെട്ടവളെ, ഞാൻ പോവുകയാണ്. ഇവിടെ കിണർ കുഴിക്കാൻ വന്നിരുന്ന ബംഗാളി പെണ്ണിനെയും അവളുടേതല്ലാത്ത കാരണത്താൽ അവൾക്കുണ്ടായ 4 കുട്ടികളെയും കൊണ്ട് ഞാൻ പോവുക. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ തമ്മിൽ നടന്നില്ല? ഞങ്ങൾ തമ്മിൽ എന്തെടുക്കാനാടി? എനക്കറിഞ്ഞൂടെ? ഇല്ല, എനിക്കറിയില്ല എന്റെ കുമാരേട്ടനെ. അതല്ല, പ്രശ്നങ്ങൾ നടന്നില്ല. പ്രശ്നമില്ല. രാവിലെ 7 മണിക്ക് റീടെലികാസ്റ്റ് കാണാൻ വേണ്ടി TV ഓണാക്കി ചായക്ക് ചോദിച്ചപ്പോ കാണുന്നില്ല. അപ്പൊ ഈ സീരിയൽ മുഴുവൻ കണ്ടില്ല? അപ്പോഴല്ലേ കത്ത് കണ്ടത്. സാരല്ലടി, ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്, നമുക്ക് ഒന്നുകൂടി കാണാത്. അതാണ് ഒരു ആശ്വാസം. ഹേമ വിളിക്കുന്നു. ഹലോ ഹേമേ ചേച്ചി, 1 മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്ത് ചെയ്ത്? എന്നും കാലത്ത് ഞാൻ സ്റ്റേഡിയത്ത് ഓടാൻ വിടുപടി. വണ്ണം കുറയട്ടെ, ഞാൻ അങ്ങ് തരാം. ഈയടി തമാശ പറയല്ലേ, എനിക്ക് മാറിയിടാൻ വേറെ തുണിയില്ല. മാറിയിടാൻ തുണിയില്ലെങ്കിൽ നീ മറഞ്ഞിരിക്കും. എന്റെ പൊന്നു ഹേമേ, ഭർത്താവായിട്ട് ഞാൻ കട തുറന്നില്ല. നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാം. വെക്ക, ഞാൻ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല. ശരി. ഈ വന്ന കാലത്ത് ആരാന്നേ തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത്? എല്ലാരും അങ്ങ് റെഡിമെയ്ഡാ. പക്ഷെ റെഡിമെയ്ഡ് മേടിച്ചാൽ നമ്മുടെ അറിവ് കൊണ്ടുവരും. കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ, കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ, ഷേപ്പ് ഒന്ന് അടിക്കണേ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോന്നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് കാണണം. സുമേച്ചി, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? നീ കണ്ടില്ലായിരുന്നോടാ? ഒന്നുകൂടെ കാണിക്കാം. ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി, നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുറങ്ങാഞ്ഞത്? വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിണ്ണെ വന്ന് കിടക്കുക. വെളുപ്പം കാലത്ത് വന്നിട്ട് ആ കടയുടെ തിണ്ണെ കിടക്ക. നീ എന്താ ദിനപത്രം? എന്താ ചേച്ചി തയ്യൽക്കട തുറക്കാൻ? പ്രകാശ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഹർത്താലാണ്, അതാ കട തുറക്കാഞ്ഞത്. ഹർത്താലാണോ ചേച്ചി? എന്തിന്റെ ഹർത്താലാ ഇത്? എന്തിന്റെ ഹർത്താൽ? അല്ല, എന്തിന്റെ ഹർത്താലാണെന്ന്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടുക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി. അതിന് വേണ്ടിയിട്ടുള്ള ഹർത്താലാ ഇത്. എന്തോ ഞാൻ കാരണമൊന്നും എനിക്കറിയത്തില്ല. അപ്പന്മാർക്ക് വരുന്ന ലോകം ഉണ്ടല്ലോ, അപ്പൻഡീസ്. അപ്പൻഡീസ്. അയ്യോ, ക്യാൻസർ ചെയ്തപ്പോഴാ മനസ്സിലായത്. സ്കാൻ ചെയ്തപ്പോഴാ അച്ചാച്ചന്റെ ഒക്കെ വയറ്റില് ഈ വലുപ്പത്തിൽ ഒരു മഴ. പക്ഷെ ഇതിന് 2 പേരല്ലേ? വയറ്റിനകത്ത് കിടക്കുമ്പോഴാണ് അപ്പൻഡീസ്, പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും സക്സസ്. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു സക്സസ് ആണ്. ഓപ്പറേഷൻ വിജയിച്ചെന്ന് പറഞ്ഞതാ. അതാണ് പറഞ്ഞത്.